ഹായ്, ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു കുഞ്ഞു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോണത്, പീനട്ട് വെച്ചിട്ട്. അപ്പം പീനട്ട് അറിയാലോ, ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്, പ്രോട്ടീനൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കാനാണ് പോണത്. പീനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സാർ, ഒരു 99% ആൾക്കാർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. പീനട്ട്. നമ്മള് ഈ പിന്നെ ചമ്മന്തി, പീനട്ട് ചമ്മന്തി ഞാൻ കഴിച്ചിട്ടില്ല. പീനട്ട് ചമ്മന്തി നമ്മൾ കഴിച്ചിട്ടുണ്ട്. പുറത്തൊക്കെ പോകുമ്പോ ഞാൻ കഴിച്ചിട്ടില്ല. മസാല ദോശയോടൊപ്പം പൊട്ടുകടല ചമ്മന്തി ഉണ്ട്, പീനട്ട് ചമ്മന്തി ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. അത് അല്ല, ഇങ്ങനത്തെ ചമ്മന്തി ഞാൻ അധികം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ശരിയാ, ഉണ്ടാക്കി. അപ്പൊ ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഇത്. നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഡബ്ബയിലൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി. അതാണ് അതിന്റെ പ്രത്യേകത. നാളികേരൊന്നുമില്ല. അപ്പൊ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കുഞ്ഞു റെസിപ്പികളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളിവിടെ ഒരു 100 ഗ്രാം പീനട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അപ്പം അത് കണ്ടോ, അത് ആയിണ്ട് പൊട്ടി തുടങ്ങി. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വെച്ചിരിക്കുന്നത് വറ്റൽമുളകാണ്, ഒരു 5-10 വറ്റൽമുളക്. അത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. തീ നന്നായി കുറച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടാകും. പാത്രം ചൂടായി പെട്ടെന്ന് ഓഫാക്കിയല്ല, കരിയണ്ട. അപ്പം അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി വേറെ ചൂടാക്കണ പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലേ? നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പൊ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരലില്ലേ, കുഞ്ഞു ഒരല് ഇടിക്കാനുള്ള നമ്മളെ കൊച്ചു ഇതാണുള്ളത്. പല വീടുകളിലും കാണാറുണ്ട്. അല്ല, അമ്മിയാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ കുഞ്ഞു മെഡിസിനൊക്കെ പൊടിക്കാൻ വേണ്ടിട്ട് എടുക്കണ പോലത്തെ ഒരു കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതില്ലാത്തോണ്ട് നമുക്ക് ഇങ്ങനെ ക്രഷ് ചെയ്യുന്ന ഒരു ഇതിലെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ കപ്പലെടുത്തിട്ട് അതിനെ തിരിച്ച് അങ്ങനെ ക്രഷ് ചെയ്ത് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ കപ്പലണ്ടിയും മുളകും അത് കൂടിയിട്ട് നമ്മുടെ ചോപ്പറിലിടാം. അപ്പൊ തൊലിയോട് കൂടി തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി, ഒരു ഉള്ളി, പിന്നെ കുറച്ച് കൂടുതൽ 10 വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 ടീസ്പൂൺ, ശരിക്കും പറഞ്ഞാൽ കപ്പലണ്ടിക്ക് ആയതുകൊണ്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, എന്നാലും 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഞാനിതിൽ ആഡ് ചെയ്യും. അതൊഴിച്ചു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട്. അപ്പം നമുക്ക് വീണ്ടും അപ്പം ഉണ്ടല്ലോ നല്ല ബെസ്റ്റ് ഒരു സൂപ്പർ ചമ്മന്തിയാണ്. ഒരു സംതിങ് ഡിഫറെന്റ് കൺസിസ്റ്റൻസി കാണിച്ചുതരാം. അങ്ങനെ പൊടി മുഴുവനായിട്ട് ഇങ്ങനെ അരങ്ങരുത് കേട്ടോ. വേണമെങ്കിൽ അരക്കണമെങ്കിൽ അങ്ങനെ അരക്കാം. പക്ഷെ ഇത് ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ വേറെ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഡബ്ബയിലിട്ടിട്ട് അടച്ചു വെക്കാം. നമുക്ക് ചോറിന്റെ കൂടെ ഒരു സൈഡ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് മാത്രമല്ല നല്ല ചൊടി ഉണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സൂപ്പറാ.
സൂപ്പർ.